അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ കാണുന്നത് നിലമ്പൂർ ഇലക്ഷൻ ഒരു അനാവശ്യമായ ഒരു ഇലക്ഷൻ, ജനങ്ങളുടെ മേലെ ഉണ്ടാക്കിയൊരു ഇലക്ഷൻ. ഇത് ഇലക്ഷന്റെ കാരണം എന്തായിരുന്നു? LDF-ന് ഒരു ഇക്കരെ നിന്ന് അക്കരെ പച്ച എന്ന് പറഞ്ഞ് ഒരു MLA അങ്ങോട്ട് പോയി. അവര് ഈ 6-8 മാസത്തിന് ഒരു ബൈ ഇലക്ഷൻ സൃഷ്ടിച്ചു. അത് ഞാൻ കാണുന്നത് ഒരു അനാവശ്യമായ ഒരു ഇലക്ഷനാണ്. എന്നാലും ഞങ്ങൾ ഇന്നലെ BJP കോർ കമ്മിറ്റി അതിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഞങ്ങൾ NDA-ന്റെ ഒപ്പം ഇരുന്ന് തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. പക്ഷെ അത് ഞാൻ മീറ്റിംഗ് കഴിയട്ടെ. മീറ്റിംഗ് കഴിയണ മുമ്പ് ഞാൻ എന്ത് പറയാനാ? അത് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറയും. പക്ഷെ ഞാൻ ഈ ഇലക്ഷന് കാണുന്നത് ഈ 8 മാസം 7 മാസം ഒരു റിമൈനിങ് ടേം ഒരു ഇലക്ഷൻ കാണുന്നത് ഒരു അനാവശ്യമായ ഒരു ഇലക്ഷനാണ്. കാശ് വേസ്റ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷനാണ്. അത് സൃഷ്ടിച്ചതും ഇവര് LDF-ഉം UDF-ഉം തമ്മിലാണല്ലോ ഈ ഇലക്ഷൻ ബൈ ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇത് മനസ്സിൽ വെച്ച് ഞങ്ങൾ തീരുമാനിക്കും. ഈ BJP എന്തൊക്കെയോ സംഘടനാ പ്രശ്നങ്ങളുണ്ടെന്ന് വലിയ വാർത്തകൾ കഴിഞ്ഞ ദിവസത്തെ. ഓ അതെയോ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും നിങ്ങൾക്കിങ്ങനെ ഒരു ഹെഡ്ലൈനും ക്ലിക്ക് ബേറ്റും അതെല്ലാം ചെയ്യാൻ നിങ്ങളല്ല ചെയ്യുന്നത്. ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒന്നും കാണുന്നില്ല. ഞാൻ 30 ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ടാണ് ഈ ടീമും ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ നമ്മുടെ ലക്ഷ്യമായിട്ട് മുമ്പോട്ട് പോകുന്നു. ജനങ്ങളും പ്രവർത്തകരും എല്ലാവരും. അപ്പോ ഇതില് അങ്ങനെ നോക്കി നടക്കേണ്ട ആവശ്യമില്ല. LDF-നും UDF-നും അത് നടക്കില്ല. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. BJP-ന്റെ സ്ഥാനാർത്ഥിയുണ്ട്, NDA-ന്റെ സ്ഥാനാർത്ഥിയുണ്ട്, പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ട്. എത്രയോ പോസിബിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കൂ. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഗോൾ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡി ഇലക്ഷനാണ്. ഇത് ഒരു 7 മാസം ഒരു MLA-നെ എലക്ട് ചെയ്യാൻ ഒരു അനാവശ്യമായ ഒരു ഇലക്ഷൻ ആണെന്ന് അവർക്ക് തന്നെ അറിയാം. അത് മത്സരിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ്സിന് അറിയാം. 7 മാസം കഴിഞ്ഞിട്ട് വേറെ തെരഞ്ഞെടുപ്പ് വരില്ലേ? അവർക്ക് ഈ 7 മാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ച് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ അങ്ങനെ ഈഗോ വെറുതെ ഒരു കാണിക്കാൻ ഒരു ഇലക്ഷന് ഇറങ്ങുക. ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ അവിടെ ശക്തി എന്താണ്. നിലമ്പൂർ ഒരു മൈനോറിറ്റി ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അതെല്ലാം ഞങ്ങൾ അറിയില്ല. അതെല്ലാം അപ്പോ അത് ബൈ ഇലക്ഷൻ എന്തായിരുന്നു അതിന് കാരണം? അതല്ല പറഞ്ഞു. അല്ല, ഇതുവരെ ജയിച്ചിട്ടില്ല. അല്ല, അങ്ങനെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല. വിജയ സാധ്യതയെ കുറിച്ച് ഞാൻ പറയുന്ന ആളല്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെയാണോ ലോക്കൽ ബോഡിയാണോ വന്ന അസംബ്ലി ഇലക്ഷൻ ആണോ? ഞങ്ങൾ അധ്വാനിക്കും. ഞങ്ങളുടെ ഒരു വിഷൻ ഞങ്ങൾ ജനങ്ങളെ മുമ്പോട്ട് വയ്ക്കും. ഇവര് LDF-ഉം UDF-ഉം ചെയ്യാത്ത കാര്യങ്ങളും അതും മുമ്പോട്ട് വയ്ക്കും. ഇന്ന് LDF ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് കേരളം വീണ ഒരു പതിറ്റാണ്ടാണ് കഴിഞ്ഞ 9-10 കൊല്ലം. അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അത് ഞങ്ങളുടെ ഒരു ദൌത്യമല്ലേ, ഞങ്ങളുടെ ഒരു കടമയല്ലേ. ഇല്ല, അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഒരു തീരുമാനം എടുത്തിട്ടില്ല. എല്ലാവരും ഞങ്ങളൊരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഞങ്ങളൊരു അങ്ങനെ ഒരു ഹൈക്കമാൻഡ് ഒന്നും ഇല്ലല്ലോ. ഇത് LDF-ഉം കോൺഗ്രസ് അല്ലല്ലോ. എല്ലാവരും എല്ലാ നേതാവും അവരുടെ ഒരു ഒപ്പീനിയൻ മുമ്പോട്ട് വയ്ക്കും. അതെല്ലാം കൺസിഡർ ചെയ്ത് NDA-ന്റെ ഒപ്പം ഒരു ചർച്ച നടക്കും. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം BJP സ്ഥാനാർത്ഥിയുടെ വോട്ടും BJP സ്ഥാനാർത്ഥിയുടെ വോട്ടാണ് കൂടുതൽ. അപ്പൊ ഈ BJP സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നാൽ സ്വാഭാവികമായും ഈ രണ്ട് മുന്നണികളും അതെല്ലാം ഇങ്ങനെ നിങ്ങളുടെ അത് മീഡിയക്ക് നല്ലൊരു എക്സൈറ്റിംഗ് ഒരു ഇവന്റ് ആണ്. ഞങ്ങൾ ചെയ്യുന്നത് മത്സരിക്കാനല്ല മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. അത് ഞങ്ങളുടെ പാർട്ടിന്റെ ഒരു വിഷനാണ്. അതുകൊണ്ട് ജയിക്കാൻ കഴിയുന്ന സ്ഥലത്ത് ഞങ്ങൾ മത്സരിക്കും. അവിടെ നിലമ്പൂർ ഒരു സ്പെഷ്യൽ സിറ്റുവേഷനാണ്. ഒരു ബൈ ഇലക്ഷൻ വന്നിട്ടുണ്ട്. അതൊരു മൈനോറിറ്റി ഡോമിനേറ്റഡ് ഏരിയയാണ്, കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇതുവരെ BJP-ന്റെ ഒരു പെർഫോമൻസ് അവിടെ വലിയൊരു പെർഫോമൻസ് ഒന്നും നടന്നിട്ടില്ല. NDA-ന്റെ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു BDJS മത്സരിച്ചപ്പോൾ. അപ്പോൾ NDA-ന്റെ ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. തീരുമാനം എന്നത്തേക്കുണ്ടാവും? ഇലക്ഷന് മുമ്പുണ്ടാവും. അതുണ്ടാവും.